ഒരു കാലത്ത് കേരളം ഞെട്ടിവിറച്ച സൂര്യനെല്ലി പെൺവാണിഭ കേസിൽ പ്രതിയായിരുന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെ കുറിച്ച് ഇന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 84 വയസ്സായി. MP മുതൽ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ ഉപാധ്യക്ഷനുമൊക്കെയായി ഇനിയും എന്തെങ്കിലും പദവി ഒപ്പിക്കാനുള്ള തിരക്കിലാണ് അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ നിരന്തരം എല്ലാത്തിലും കയറി അഭിപ്രായം പറയുകയാണ് പണി. പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടാതായിട്ടും ഈ 1000 പൂർണ്ണചന്ദ്രനെ കണ്ട മാന്യൻ കോൺഗ്രസിനെ നന്നാക്കാൻ നടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഇന്ന് ചില പ്രസ്താവനയുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണം അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്ന PJ കുര്യൻ പറയുന്നത്. പോലീസ് സ്വമേധയാ അന്വേഷണം നടത്തണമെന്നും MLA സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ ജനങ്ങളുടേതായ തീരുമാനമെടുക്കണമെന്നുമാണ് PJ കുര്യൻ പറയുന്നത്. കുറ്റം ചെയ്യുന്നവർ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ചാരിത്ര പ്രസംഗമാണ് PJ കുര്യൻ നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ യൂത്തന്മാർക്കും പാർട്ടിയെ നെഞ്ചിലേറ്റി നടക്കുന്ന യുവജനങ്ങൾക്കും അറിയാത്ത ഒരു ചരിത്രമുണ്ട് PJ കുര്യന്. ഇടുക്കിയിലെ സൂര്യനെല്ലി സ്വദേശിനിയായ 9ാം ക്ലാസ്സുകാരിയായിരുന്ന പെൺകുട്ടിയെ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടുപോകുകയും തുടർന്നുള്ള 40 ദിവസം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന കേസാണ് സൂര്യനെല്ലി സ്ത്രീ പീഡന കേസെന്ന് പറയുന്നത്. അതിൽ പ്രതിയായിരുന്നു ഈ പറയുന്ന PJ കുര്യൻ എന്ന കോൺഗ്രസിൻ്റെ പഴയ കേന്ദ്രമന്ത്രി. ഇടുക്കി MP ആയിരുന്നു അദ്ദേഹം. അന്ന് IG ആയിരുന്ന സിബി മാത്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ അഴിഞ്ഞു വീണത് PJ കുര്യൻ ഉൾപ്പെടെയുള്ള പകൽ മാന്യന്മാരുടെ മുഖം മൂടിയായിരുന്നു. ഈ കേസിൽ തന്നെ നിർണായക തെളിവായി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന PJ കുര്യനും കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ജേക്കബ് സ്റ്റീഫനും അടക്കം മൊത്തം 42 പേർ തന്നെ പീഡിപ്പിച്ചുവെന്ന് ആ പാവം പെൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ മൊഴി കൊടുത്തത് PJ കുര്യൻ സാർ മറന്നുപോയി കാണില്ല. PJ കുര്യൻ ഉൾപ്പെടെയുള്ള 42ഓളം വരുന്ന കാമഭ്രാന്തന്മാരുടെ ക്രൂരത കൊണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച വേദന ചെറുതല്ല. പെൺകുട്ടിയെ കുമളിയിൽ നിന്നും തേനിയിലേക്ക് കൊണ്ടുപോയ ജീപ്പ് ഡ്രൈവർ നൽകിയ മൊഴി പ്രകാരം വഴിയിലെ കുഴികളിലൂടെ ജീപ്പോടുമ്പോൾ വരെ വേദന സഹിക്കാനാവാതെ തലതല്ലിക്കരയുന്ന അവസ്ഥയിലായിരുന്നു ആ പാവം പെൺകുട്ടി എന്ന് പറയുമ്പോൾ എത്ര വലിയ പീഡനമാണ് അത് എന്നോർക്കണം. ഇത് മാധ്യമങ്ങൾ പറഞ്ഞ് അറിയണമെന്നില്ല. സൂര്യനെല്ലി പെൺപീഡന കേസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതെല്ലാം വിശദമായി അതിലുണ്ട്. 90കളുടെ അവസാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ പോലും കഴിയാത്ത രീതിയിലാക്കി തീർത്തത് PJ കുര്യൻ്റെ ഈ കേസാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിനെ കുര്യൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട്. ആ കുര്യൻ ഇപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത മാങ്കൂട്ടം MLA-യുടെ കേസിൽ വന്ന് ചാരിത്ര പ്രസംഗം നടത്തുകയാണ്. ആ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം അന്ന് തന്നെ ഇന്ന് സണ്ണി ജോസഫും VD സതീശനും AICCയും ഒക്കെ ചെയ്തതുപോലെ PJ കുര്യനെ അന്ന് പിടിച്ച് പുറത്താക്കി പ്രാഥമിക അംഗത്വം തന്നെ റദ്ദ് ചെയ്തിരുന്നുവെങ്കിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നതടക്കമുള്ള സ്വപ്നങ്ങൾ കാണാൻ PJ കുര്യന് പറ്റില്ലായിരുന്നു. മാങ്കൂട്ടം MLA നല്ല മാന്യനാണെന്നും പുണ്യാളനാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പിണറായി വിജയൻ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു കരുത്തനായ യുവനേതാവിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്ത സന്ദർഭത്തിൽ BJPയും CPM-ഉം ഒരുപോലെ പ്രധാന ചാനലുകളെയെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ തകർക്കുമ്പോൾ, തേജോവധം ചെയ്യുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ അവർ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് ആരും പറയുന്നില്ല. കടിച്ച് കീറാതിരുന്നാൽ മതിയായിരുന്നു. PJ കുര്യൻ ഇത്രയും വലിയ കേസിൽപ്പെട്ട് ഇപ്പോഴും മാന്യനായി നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ പദവികൾ നേടി കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉള്ളിലുള്ള പിന്തുണ കൊണ്ട് തന്നെയാണെന്ന് മറക്കരുത്. അതുകൊണ്ട് പരാതി പോലും ഇല്ലാത്ത ഒരു കേസിൽ ഒരാളെ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയാൽ പ്രവർത്തകർ ഇളകുക തന്നെ ചെയ്യും. അതും പണ്ടത്തെ ഒരു പ്രതിയുടെ കാര്യത്തിലാകുമ്പോൾ ചിലപ്പോൾ താങ്ങാനായി എന്ന് വരില്ല കുര്യൻ സാറേ.